അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് നേരത്തെ ചെയ്തു വെച്ച വെബ്സൈറ്റിൽ മെനൂസ് എങ്ങനെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം, അപ്പോൾ എങ്ങനെ ഇതിനെ സ്റ്റൈൽ ചെയ്യാം, അതിനെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം നമുക്കിനി എന്ത് വേണം? അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് മെനൂസ് ഒരു ലൈനിൽ ഒരു റോ വൈസിൽ സെറ്റായി വരുന്നതാണ്. പക്ഷെ നമുക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? താഴെയായിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? മെനൂസിനെ കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം? റോ വൈസിൽ ഒരൊറ്റ ലൈനിലായിട്ട് മെനൂസിനെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? CSSൻ്റെ ആവശ്യമുണ്ട്. HTML യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിലും സിമ്പിളായിട്ടും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? CSS വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. CSS നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും? നമ്മൾ ലേഔട്ടിനെയും നമ്മൾ HTML കൊടുക്കുന്ന എല്ലാ സ്ട്രക്ചറിനെയും ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? HTML യൂസ് ചെയ്ത ഒരു സ്ട്രക്ചർ കൊടുത്തു, ഇമേജ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ മെനൂസിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ കൊടുത്തു. ഇതിനി നമ്മൾ എന്ത് ചെയ്യാണ്? CSS യൂസ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെന്ത് ചെയ്യാണ്? കസ്റ്റമൈസ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം? നമ്മൾ HTML കോഡിൻ്റെ ഉള്ളിലേക്ക്, HTML ഫയലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ CSSനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ. അതായത് HTML കോഡ് എഴുതിയ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? CSS കൂടെ എഴുതാം. അതെ. നമുക്ക് CSS 3 ടൈപ്പിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാണ് ഇൻലൈൻ ആയിട്ട് കൊടുക്കുന്നത്, ഇന്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്റേണൽ ആയിട്ട് എങ്ങനെ CSSനെ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അതാത് പേജിൽ വേണ്ട സ്റ്റൈൽ അവിടെ തന്നെ എഴുതുന്ന രീതി. അതെ അതെ അതെ. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എവിടെ കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മളെ ഹെഡ് പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ HTML ഉള്ളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഹെഡിൻ്റെ പാർട്ട്, ഈ ഹെഡ് പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടാഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ടാഗ് കൊടുക്കുകയാണ്. ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഇനി ഇതിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ട ഏതിനെയാണോ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്, ഏത് എലമെൻറ്റിനെയാണോ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്, ആ എലമെൻറ്റിനെ കോൾ ചെയ്തതിന് ശേഷം അതിന് എന്ത് ചെയ്ത് കൊടുക്കാം? നമുക്ക് വേണ്ട CSSൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റൈൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ CSS എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് സോഫ്റ്റ്വെയറോ കാര്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട. HTML ടാഗിൻ്റെ ഹെഡ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ CSS ആണെന്ന് ഐഡന്റിഫൈ ചെയ്തോളൂ. അതെ അതെ. ഓക്കെ ഓക്കെ ഫൈൻ. അതിന് നമ്മൾ CSSനെ ഇനി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ടൈമിൽ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് എലമെൻറ്റിനെയാണോ സ്റ്റൈൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ LI ടാഗുകളെയാണ്, ഈ ULൻ്റെ ഉള്ളിൽ വരുന്ന ഈ ലിസ്റ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? റോ വൈസിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം CSSൽ? നമുക്ക് ഏത് എലമെൻറ്റിനെയാണ്, ഏത് ടാഗിനെയാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ഓക്കെ. ഏതിനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സെലക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്? ടാഗ് സെലക്ടർ. നെക്സ്റ്റ് വണ്ണാണ് ക്ലാസ് സെലക്ടർ. തേർഡ് വണ്ണാണ് ഇതെന്ന് പറയുന്നത് ID സെലക്ടർ. 3 ടൈപ്പ് ഓഫ് സെലക്ടേഴ്സാണ് നമുക്കിവിടെ വരുന്നത്. ഈ ടാഗ് സെലക്ടറിനെ തന്നെ വേറൊരു പേരിൽ നമുക്ക് എലമെന്റ് സെലക്ടേഴ്സ് എന്ന് വിളിക്കാം. എലമെന്റ് സെലക്ടർ എന്ന് വിളിക്കാം. ഓക്കെ 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 ഫൈൻ. അപ്പോൾ ടാഗ് സെലക്ടർ അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞല്ലോ HTMLൻ്റെ ഉള്ളിലുള്ള ഈ കാണുന്ന ആംഗിൾ ബ്രാക്കറ്റിന് കൊടുക്കുന്ന ഇതിനെയൊക്കെയാണ് നമ്മൾ ടാഗുകൾ എന്ന് പറയുക. എലമെന്റ് എന്ന് പറയുന്നത് എന്തിന് തന്നെയാണ്? സെയിം ഇതിന് തന്നെയാണ്. അപ്പോൾ ഇവയെ നമ്മൾ സ്റ്റൈൽ ചെയ്യുക. ഇതിനെ ഡയറക്റ്റ് എടുത്തിട്ട് ഇതിനെ ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാഗ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെന്റ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് കേസ് ആണ് എന്തെന്ന് പറഞ്ഞത്? ക്ലാസ് സെലക്ടർ ഉണ്ട്, ID സെലക്ടർ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CSSൽ സ്റ്റൈൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മളുടേതായ പേരും കാര്യങ്ങളും കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അതെ അതെ. അതെന്താണ്? നമ്മളിപ്പോൾ ടാഗ് ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ല, നമ്മളൊരു ടാഗിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു div എന്ന് പറഞ്ഞ ടാഗിനെ ആണെങ്കിൽ അല്ലെങ്കിൽ എലമെൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ div എന്താണ്? നമുക്ക് മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതിനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ താഴെ കൊടുത്ത ഡിവിനെ മേ ബി അത് എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റൈലൊക്കെ എന്ത് ചെയ്യും? അതിനെ എഫക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മേ ബി ഇപ്പോൾ ഒരു UL ഉണ്ട്, അല്ലെങ്കിൽ ഒരു div ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമേജ് ടാഗ് ഉണ്ട്. ഈ IMG ടാഗിന് കൊടുത്ത സ്റ്റൈൽ ആവണം എന്നില്ല നമ്മൾ ഇവിടെ ലോഗോക്ക് കൊടുക്കുന്ന IMG ടാഗിന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു നെയിം ഇട്ടിട്ട് കോൾ ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ ക്ലാസ് സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു LI ടാഗ്സിനെ നമുക്ക് റോ വൈസിൽ സെറ്റപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? UL എന്ന് പറഞ്ഞിട്ടുള്ള ഈ LI എല്ലാം കൂടെ റാപ്പ് ചെയ്തിരിക്കുന്നത് UL ടാഗിൻ്റെ ഉള്ളിലാണ്. ഈ ULനെ ഞാൻ എന്ത് ചെയ്യാണ്? ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഞാനൊരു നെയിം കൊടുക്കുകയാണ്. ULന് നമ്മളൊരു നെയിം കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് മെനു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു നെയിം ആഡ് ചെയ്തു. മെനു ഐഫൺ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഒരു നെയിം ഇവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു.
ആ നെയിമിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സെലക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡോട്ട് ഇട്ടിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഡോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു നെയിം ഉണ്ടല്ലോ, ആ നെയിം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കോൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡോട്ട് എന്നുള്ളത് ഒരു ക്ലാസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? അതെ അതെ. ഇവിടെ ഈ ഡോട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ സ്റ്റൈലിൻ്റെ ഉള്ളിൽ നമ്മൾ ഡോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലാസ് സെലക്ട് ആണെന്നുള്ളതാണ്. ക്ലാസ് ആണെങ്കിൽ അത് എന്താവും, ഡോട്ട് ഇട്ട് കോൾ ചെയ്യും. ഓക്കെ, ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ക്ലാസ്സിന് ഒരു നെയിം കൊടുക്കണം. ആ നെയിം നമുക്ക് കൊടുക്കാം. മീനിങ് ഫുൾ ആയിട്ടുള്ള എന്ത് നെയിം വേണമെങ്കിലും എന്ത് നെയിമും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എന്ത് നെയിമാണോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു നെയിമിനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സ്റ്റൈൽ ചെയ്യുന്നതിൻ്റെ ഇവിടെ വന്നിട്ട് കോൾ ചെയ്ത് കൊടുക്കാൻ. മെനു ലിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മൾ ആവശ്യം എന്താണ്, നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ലിസ്റ്റിനെ നമുക്ക് എന്ത് വേണം, റോ വൈസിൽ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒറ്റ ലൈനിലായിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് CSS ഒരുപാട് പ്രോപ്പർട്ടീസും വാല്യൂസ് അവൈലബിൾ ആണ്. CSS ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തുണ്ട്, CSS ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് പല മെത്തേഡിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതെ, പക്ഷെ അതിൽ തന്നെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഫ്ലെക്സ് എന്നുള്ള അപ്രോച്ചിൽ, ഡിസ്പ്ലേ ഫ്ലെക്സ് എന്നുള്ള അപ്രോച്ചിൽ. അതെ, ഞാൻ എന്ത് ചെയ്തു, മെനു ലിസ്റ്റിന് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കോൾ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ സേവ് ചെയ്യണം കേട്ടോ, അതാരും മറക്കരുത്. ഞാൻ എന്ത് ചെയ്തു, Ctrl+S അടിച്ച് സേവ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം മെനു എല്ലാം കൂടി നേരത്തെ താഴെ ഉണ്ടായിരുന്ന മെനൂസ് കംപ്ലീറ്റ് നമുക്ക് ഇപ്പോൾ ഒരു റോയിലായി. അതെ അതെ, ഒരു റോയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് സെറ്റപ്പ് ആയി. പക്ഷെ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സൈഡിലേക്ക് കേന്ദ്രീകരിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. നമുക്കതിൽ കുറച്ച് ഗ്യാപ്പ് വേണം. പിന്നെ അതിന് മാത്രമല്ല, ആ ഓരോ ഐറ്റത്തിനും ഒരു നോബില്ലേ, ആ ഒരു ഡിസ്ക് സിംബൽ, അത് നമുക്ക് ഒഴിവാക്കണ്ടേ. കുറച്ചുകൂടി വലുതായിട്ട് ഫോണ്ട് വേണം അല്ലേ, അങ്ങനെയുള്ള കുറെ ആവശ്യങ്ങൾ വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇതിൽ സ്റ്റൈൽ ചെയ്യണം നമുക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുമ്പോൾ എന്തേ ആയിട്ടുള്ളൂ, അത് താഴെ വന്നിരിക്കുന്ന എലമെന്റ് എന്തായി, നമുക്ക് ഒരൊറ്റ ലൈനിലേക്ക് സെറ്റായിട്ട് കിട്ടി. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഇപ്പം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് കേസാണ് എന്ത് പറഞ്ഞത്, ഈ കാണുന്ന ഈ ഡോട്ടഡ് സിമ്പൽ നമുക്ക് അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു ഡോട്ടഡ് സിമ്പൽ നമ്മൾ ഒഴിവാക്കണം. അത് എപ്പം വരുന്നതാണ്, നമ്മൾ UL എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുത്തില്ലേ, ULൻ്റെ ഉള്ളിൽ LIS സെറ്റ് ചെയ്തില്ലേ, അങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ഡിഫോൾട്ടായിട്ട് എടുക്കുന്നതാണ് ആ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. ലിസ്റ്റുകളെ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ലിസ്റ്റിൻ്റെ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് സ്റ്റൈൽ നൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അപ്പോൾ നമുക്ക് ഡോട്ട് ആയിട്ടുള്ള ആ സിമ്പിൾസ് വേണ്ട എന്നർത്ഥം. അതെ, ഇനി നമ്മൾ സേവ് ചെയ്ത് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിമൂവ് ആയി, നണ്ണെന്ന് പറഞ്ഞ ഓപ്ഷൻസ് അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിൽ ഓരോന്നും തമ്മിലുള്ള അകലം ക്രമീകരിക്കണം, ശകലം കൂടി ഫോണ്ടിനൊരു സൈസ് കൂട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താ, നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം. എല്ലാം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഗ്യാപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഗ്യാപ്പ് സെറ്റ് ചെയ്യാനും നമുക്ക് എന്തുണ്ട്, ഒരുപാട് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, മാർജിൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി. നമുക്ക് സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് സ്പേസ് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, മാർജിനിൽ തന്നെ എന്ത് വരുന്നുണ്ട്, മാർജിൻ ഉണ്ട്, മാർജിൻ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ മാർജിൻ മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടിട്ട് 4 സൈഡിലും, ഇപ്പോൾ നമ്മൾ ഈ ഒരു ലോഗോക്കാണ് മാർജിൻ കൊടുക്കുന്നതെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ലോഗോയുടെ 4 സൈഡിലായിട്ട് നമുക്ക് എന്ത് വരും, ആ ഒരു മാർജിൻ അവിടെ വർക്കിംഗ് നടക്കും, സ്പേസ് നമുക്ക് വർക്കിംഗ് നടക്കും. ഇനി നമുക്ക് വേണ്ട 4 സൈഡിലും വേണ്ട, ഒരൊറ്റ സൈഡ് മാത്രം മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സൈഡിനെ പ്രത്യേകം കോൾ ചെയ്തിട്ട് പറഞ്ഞു സൈഡിലാണെങ്കിൽ മാർജിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. മാർജിൻ ഐഫൺ ലെഫ്റ്റ് എന്നാണോ? അതെ, മാർജിൻ ഐഫൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ നമുക്ക് എന്ത് മതി, ഒരു സൈഡ് മാത്രം മതി, നമുക്ക് എന്താ വേണ്ട, ഗ്യാപ്പ് അല്ലേ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ മാർജിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓരോ എലമെന്റിന്റെയും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഗ്യാപ്പ് കിട്ടണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്ത് ചെയ്യാണ്, മാർജിൻ ടോപ്പ് ബോട്ടം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് വേണം. മാർജിൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എത്രയാണോ വേണ്ടത് ആ വാല്യൂ കൊടുക്കുക. അതിൽ ഞാൻ ഒരു 10 px എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി ഈ PX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 10 PX എന്ന് പറയുന്ന ഒന്നുമില്ല. അപ്പോൾ PX എന്ന് പറയുന്നത് എന്താ, ഒരു യൂണിറ്റ് ആണ്. നമ്മൾ നോർമൽ കേസിൽ ഇപ്പോൾ സെൻറ്റിമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ ഒരു യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, PX എന്ന് പറയുന്നത്. അപ്പോൾ PX വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ 10 PX എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തു, ദെൻ ഒന്ന് റൺ ചെയ്ത് നോക്കുക.
മാർജിൻ ലെഫ്റ്റ് 10px കുറച്ചുകൂടി കൂട്ടി കൊടുക്കാമോ? നോക്കാം, ഒരു 30px കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം ശകലം ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോൾ വർക്കാവുന്നത് ഏതിനെയാണ്? നമ്മളെ UL-നെയാണ് അത് എന്ത് ചെയ്യുന്നത്, മാർജിൻ ലെഫ്റ്റ് വർക്കാവുന്നത്. നമുക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു, ഈ UL-നുള്ളിലുള്ള ഈ ഓരോ LI ടാഗുകൾക്കുമാണ് എന്ത് വർക്കാവേണ്ടത്, മാർജിൻ ലെഫ്റ്റ് വർക്കാവേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം? മെനു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്താണ്, UL ടാഗാണ്. ഈ UL-നുള്ളിലുള്ള ഏത് ടാഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. UL-നുള്ളിൽ വരുന്ന LI ലിസ്റ്റ് ഐറ്റംസ്. അതെ, UL-നുള്ളിൽ വരുന്ന ഈ ലിസ്റ്റുകൾക്കൊക്കെയാണ് നമുക്ക് എന്ത് വേണ്ടത്, മാർജിൻ ലെഫ്റ്റ് വേണ്ടത്. അതുകൊണ്ടാണ് അത് എന്താകാതിരുന്നത്, നേരത്തെ അവിടെ വർക്കിംഗ് നടക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അത് എന്ത് ചെയ്തു, നേരെ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് മീനിങ് എന്താ, മെനു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ UL ടാഗാണ്. മെനു ലിസ്റ്റ് സ്പേസ് ഇട്ടിട്ട് നമ്മൾ LI എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെനു ലിസ്റ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ LIകൾക്കും എന്ത് ഇംപ്ലിമെൻ്റ് ആവും, നമ്മൾ ഇതിന് കൊടുക്കുന്ന ഇവിടെ കൊടുക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഇംപ്ലിമെൻ്റ് ആവും. മെനുവിൽ എന്ത് കൊടുത്തു, മാർജിൻ ലിഫ്റ്റ് 30px കൊടുത്തു, എനിക്ക് തോന്നുന്നു 30px. ഓക്കെ. ഇപ്പം നമുക്ക് മെനൂസ് തമ്മിൽ കുറച്ചുകൂടി അകലം വന്നിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. എനിക്കിതിൽ ഈ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള ഈ ഫോണ്ട് ഉണ്ടല്ലോ, എന്നെ പോലെയുള്ള 40+ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് റീഡബിലിറ്റി ഇല്ല. അപ്പോൾ കുറച്ചുകൂടി റീഡബിൾ ആയിട്ട് ഫോണ്ടിന്റെ സൈസ് ഒന്ന് കുറച്ചൊന്ന് ശകലം വലുതാക്കി തരാൻ പറ്റുമോ? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കൂട്ടാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, LI ലിസ്റ്റിലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഫോൺ സൈസ്, LIക്ക് ഫോൺ സൈസ് നിങ്ങൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക, ലാർജ് മീഡിയം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്സൽ PX വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു 30px എന്ത് ചെയ്യുന്നുണ്ട്, ഫോണ്ടിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഹോം, അബൌട്ട്, ഗാലറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൺ ആയിട്ടുണ്ട്. ഇത്ര സൈസ് നമുക്ക് വേണോ? ഇത്ര സൈസ് വേണ്ട, 30 വേണ്ട, പകരം ഒരു 26 ആ റേഞ്ചിൽ മതിയാവും. ഓക്കെ. 26px നമ്മൾ എന്ത് ചെയ്തു, സേവ് ടൈപ്പ് ചെയ്തു, ദെൻ സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്ത് നോക്കാം. ഏത് സൈസിലേക്ക്. ഇപ്പം അത് എനിക്ക് നല്ല റീഡബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ ഫോണ്ടിൻ്റെ എഴുത്തുണ്ടല്ലോ, ഓരോരുത്തരെയും കൈയക്ഷരം ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഈ എഴുത്തൊന്ന് മാറ്റാൻ പറ്റുമോ? ഓക്കെ. ഫോണ്ടിൻ്റെ ഫാമിലീസ് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോൺ ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, സെറ്റ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഫാമിലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, LI ടാഗിന് ഫോൺ ഫാമിലി ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഫോൺ ഫാമിലി നമുക്ക് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് വെർദാന, ആ ഒരു ഫോണ്ടുകളില്ലേ, വെർദാന, ദിസ് വൺ. അതെ, ദിസ് വൺ. ഓക്കെ. ആ ഒരു ഫോൺ ഫാമിലി സെറ്റ് ചെയ്തു, സേവ് ചെയ്തു. നമ്മളിവിടെ വന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പം കുറെ കൂടി റീഡബിലിറ്റി വന്നു. ഫോണ്ടിന്റെ സൈസ് കുറച്ചുകൂടി. എനിക്കതൊന്ന് ബോൾഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കത് എന്ത് ചെയ്യാം, ബോൾഡ് ചെയ്തെടുക്കാം. ബോൾഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് സൈസ് കുറയ്ക്കാം അല്ലേ, ഒരു 24ലേക്ക് പോകാം. അതെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് നമുക്ക് ഫസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. 24 ആണെങ്കിൽ 24 നമുക്ക് വേണ്ടതിനനുസരിച്ച് നമ്മളാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണോ നമ്മൾ സൈറ്റ് വേണ്ടത്, എങ്ങനെ നോക്കുമ്പോഴാണോ ആ സൈറ്റ് എന്താവുന്നത്, ലുക്ക് കിട്ടുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൈസിനെയും കാര്യങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി കുറയ്ക്കണോ, 20-ൽ ഒരു 20px നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി മെനൂസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഒരു ക്രമീകരണവും വേണം. അപ്പം ഹോം വന്നു, അത് കഴിഞ്ഞിട്ട് അബൌട്ട് സെക്ഷൻ വരണം, പിന്നെ ഗാലറി കിടന്നോട്ടെ. അത് ഗാലറിക്ക് മുന്നേ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബേർഡ്സിനായിട്ടുള്ളൊരു സെക്ഷൻ വേണം, ആനിമൽസിനായിട്ടൊരു സെക്ഷൻ വേണം, പിന്നെ ഉള്ളത് എന്താ, സ്നേക്സിനായിട്ടൊരു സെക്ഷൻ വേണം. അങ്ങനെ 3 സെക്ഷൻസ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് മെനൂസ് വേണം. അപ്പോൾ ഈ മെനു എന്ന് പറയുന്നത് എന്താണ്, ഒരുപോലെയുള്ള ഐറ്റംസ് ക്രമീകരിച്ച് വെക്കുന്നു എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓർഡർ ഹോം, ദെൻ അബൌട്ട്, ആനിമൽസ്, ബേർഡ്സ്, സ്നേക്സ്, അത് കഴിഞ്ഞ് ഗാലറി, കോണ്ടാക്ടേഴ്സ്. ഇനി ഞാൻ അധികം പറയുന്നില്ല, എനിക്ക് അത്രയും മെനു വേണം. ഓക്കെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ആ മെനൂസിനെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നമുക്ക് എന്ത് വരുന്നു, ഹോം വന്നു, എബൌട്ട് വന്നു. ഇനി എന്ത് ആഡ് ചെയ്യണം, ബേർഡ്സിന് വേറെ, ആനിമൽസിന് വേറെ, സ്നേക്സിന് വേറെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ LIs ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, എബൌട്ടിനും ഗാലറിക്കും ഇടയിലായിട്ടാണ് നമുക്ക് എന്ത് വരേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും മെനൂസ് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ഈ ഒരു ലൈനിനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാം, ഞാൻ 3 ലൈൻസ് കൊടുത്തിട്ട് നെയിം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതേ ഉള്ളൂ. അതെ. ആനിമൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് വേണ്ട ഏതാ നമുക്ക് വേണ്ട, സ്നേക്സ്.
SNAKES സ്നേക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യുക. ദെൻ നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ആഡ് ആയിട്ടുണ്ട്, ഇവിടെ ഈ കാണുന്ന 3 ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ പറഞ്ഞ പ്രകാരമുള്ള എല്ലാ മെനൂസ് നമ്മൾ എന്തായി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് വേറൊരു രീതിയിൽ, ഇതിപ്പം ചില മെനൂസിൽ നമുക്ക് ഫുൾ ക്യാപിറ്റൽ ആയിട്ട് കാണിക്കാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മെനൂസ് നമ്മൾ ഇതൊക്കെ എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുകയാണ് അത് ഫുൾ ക്യാപിറ്റൽ ആക്കണം. അപ്പൊ നമ്മൾ ഓരോന്നും പോയിട്ട് ക്യാപിറ്റൽ മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അതെ അതെ. അപ്പൊ അതിനെന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? അതിന് നമുക്ക് എന്ത് വരുന്നുണ്ട്, CSS ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്തുണ്ട്, CSS പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇവിടെ ടൈപ്പ് ചെയ്തു ഹോം, അബൌട്ട്, ബേർഡ്, ആനിമൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടിയിട്ട്, ഇവിടെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് എല്ലാത്തിനെയും ക്യാപിറ്റൽ ആക്കി കൊടുക്കാം. പക്ഷെ അതെന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം എന്ത് ചെയ്യണം, വീണ്ടും വന്നിട്ട് ക്യാപിറ്റൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, CSS വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് ഡെക്കറേഷൻ. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഈ ടെക്സ്റ്റ് ട്രാൻസ്ഫോമിൽ തന്നെ അപ്പർ കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ നീഡ് എന്താണ്, നമുക്കത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ കിട്ടണം. അതിനുവേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടെക്സ്റ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ഇതും ടൈപ്പ് ചെയ്ത് പിന്നെ മാറ്റി അടിക്കണം എന്നൊന്നുമില്ല. അല്ല, സോറി, ക്യാപിറ്റലൈസ് അല്ല, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ആവുന്നത്. അത് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഒരു ലെറ്ററിനെ പല രീതിയിൽ നമുക്ക് മാറ്റാം. ക്യാപിറ്റലൈസ് ആവാം, ഫസ്റ്റ് കേസ് മാത്രം വരുന്ന അപ്പർ കേസ്, ലോവർ കേസ്, അങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ്. അപ്പർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താവണം, ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണം. ഇത്ര എളുപ്പമാണ് പരിപാടി. അപ്പം എന്ത് ചെയ്തു, നമുക്ക് അതെല്ലാം കൂടെ എന്ത് ചെയ്തു, ക്യാപിറ്റൽ ആയിട്ട് കിട്ടി. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ക്യാപിറ്റലും സ്മോളും കൂടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്പർ കേസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ട്രാൻസ്ഫോം അപ്പർ കേസ് കൊടുക്കാം. അപ്പോൾ അതിൽ കോണ്ടാക്ട് അസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിൽ അസ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. കാരണം കോണ്ടാക്ട് മതി, കാരണം അതൊരു വേറെ മെനു ആയിട്ട് തോന്നണ്ട. ഓക്കെ, കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ആ ഭാഗം നമ്മൾ അത്യാവശ്യം വൃത്തിയിൽ ചെയ്തു. അപ്പം നമുക്ക് ബേസിക്കലി ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് HTML ഒരു സ്ട്രക്ചർ ആക്കി എടുക്കാനും അങ്ങനെ സ്ട്രക്ചർ ഉള്ളതിൻ്റെ മുകളിൽ നമ്മൾ എലമെന്റുകൾ പ്ലേസ് ചെയ്തതിനു ശേഷം അതിനെ ഭംഗിയാക്കാൻ, സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ CSS യൂസ് ചെയ്യണം. അപ്പോൾ HTML അകത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാസ്കേഡിംഗ് എന്നുള്ള കൺസെപ്റ്റ് അതുകൊണ്ടാണ് അല്ലേ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ദെൻ അവിടെ ലോഗോ മുകളിലും മെനു താഴെയല്ലേ, അപ്പോൾ ലോഗോവും മെനുവും ഒരേ ലൈനിൽ വേണം എനിക്ക്. അപ്പോൾ അതിനെന്താ വഴി? അതെ, അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ എന്താ ഇപ്പൊ ലോഗോ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുക, റീഫ്രഷ് ചെയ്തു. അതെ. ഇനി നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, ലോഗോ എന്ന് പറയുന്ന ഒരു ലൈനിലും പിന്നെ സെക്കൻഡ് ലൈനിലാണ് നമ്മൾ എന്ത് വന്നിരിക്കുന്നത്, നമ്മളെ മെനൂസ് വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, രണ്ടിനെയും ഒരൊറ്റ ലൈനിലാക്കി കൊടുക്കണം. ലോഗോസ് ലെഫ്റ്റ് സൈഡിലും മെനൂസ് റൈറ്റ് സൈഡിലായിട്ട് സെറ്റപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും കൂടെ ഒരൊറ്റ ലൈനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, താഴെ വന്നിരുന്ന എലമെൻറ്റിനെ ULൻ്റെ LICനെ താഴെ വന്നത് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. അതേ മെത്തേഡ് തന്നെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ യൂസ് ചെയ്യാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തിനാണോ ചേഞ്ചസ് ചെയ്യേണ്ടത് അതിൻ്റെ പാരൻറ്റിന് പോയിട്ട് നമ്മൾ എന്ത് കോൾ ചെയ്ത് കൊടുക്കും, ഡിസ്പ്ലേ ഫ്ലെക്സ് കോൾ ചെയ്ത് കൊടുക്കും. നേരത്തെ നമുക്ക് ഈ LI ടാഗ്സ് അതിന് താഴെ ഉണ്ടായിരുന്നത്, അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ ഒരു റോള് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാരൻ്റ് ആയിട്ടുള്ള ULൽ നമ്മൾ എന്ത് കോൾ ചെയ്ത് കൊടുത്തു, ഡിസ്പ്ലേ ഫ്ലെക്സ് കോൾ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, ഇവിടെ നമുക്ക് ഈ ലോഗോ എന്ന് പറഞ്ഞ ഈ ഡിവിനെയും നമ്മൾ UL കിടക്കുന്ന ഈ ഒരു ഡിവിനെയും കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരൊറ്റ ലൈനിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പാരന്റ് ഡിവിന് വേണം നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാരന്റ് ഡിവിന് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നാവ്ബാർ, നമ്മൾ ആ ഒരു ഏരിയസിന് നമ്മൾ പറയുന്നത് നാവ്ബാർ എന്നാണ്, നാവിഗേഷന് വേണ്ടി മെനൂസ് സെറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ അതിന് എന്ത് നെയിം കൊടുക്കുന്നുണ്ട്, നാവ്ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുന്നുണ്ട്.
ഈ നെയിം നിങ്ങൾക്ക് എന്തും കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഡോട്ട് ഇട്ടു, ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് ഇട്ടിട്ട് nav ബാറിനെ ഞാൻ ഇവിടെ കോൾ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്പ്ലേ ഫ്ലെക്സ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഡിസ്പ്ലേ ഫ്ലെക്സ് ദെൻ സേവ് ചെയ്യുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്തായിട്ടുണ്ട്. ഏകദേശം ഇപ്പം നമ്മൾ നോക്കുന്ന ടൈമിൽ എന്താണ് ഇത് രണ്ടും രണ്ടായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു ചേഞ്ചസ് അവിടെ എന്ത് നടന്നു, ആ ഒരു രീതിയിൽ അവിടെ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനും കൂടെ ഒരൊറ്റ ഇതിലേക്ക് ആക്കാം. ഇതിപ്പോൾ രണ്ടും നിൽക്കുന്നത് ഒറ്റ ലൈനിലാണ്, പക്ഷേ ഈ ലോഗോ എന്ന് പറയുന്നത് ചെറുതും ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി കറക്റ്റ് ഇങ്ങോട്ടേക്ക് സെൻറ്ററിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, വേറൊരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, അലൈൻ ഐറ്റംസ് എന്ന് പറയുന്നത്. അലൈൻ ഐറ്റം സെൻറ്റർ ഉണ്ട്, ടോപ്പ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതിൽ നമ്മൾ അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, കറക്റ്റ് സെൻറ്ററിലേക്ക് കിട്ടും. ഇപ്പോൾ എല്ലാ ഐറ്റംസും ഒരേ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഫോണ്ടിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ എനിക്ക് എന്ത് ചെയ്യണം, അവിടേക്ക് ഒരു ലോഗോ വേണം, ഇമേജസ് അത് ഏതെങ്കിലും ഒരു ലോഗോ. അപ്പോൾ തൽക്കാലം നമുക്ക് നെറ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓൺലൈൻ ടൂളുകളുണ്ട്, ലോഗോ മേക്കറും ലൂക്കയും. തൽക്കാലം നമുക്ക് സൂ ലോഗോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ലോഗോ ഡിസൈൻ എടുക്കാം. ലൂസ് ലോഗോ PNG എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടും. ഇതിൽ ഇമേജസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയാൽ മതിയാവും അല്ലേ. അതെ അതെ, ഇതിപ്പോൾ ഓൾ ആണ്. ഓളിന് പകരം നമ്മൾ ഇമേജസ് പോവാണെങ്കിൽ ഇമേജസ് മാത്രമായിട്ടുള്ളത് കിട്ടും. അപ്പം അതിൽ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം അല്ലേ. ട്രാൻസ്പെറൻറ്റ് PNG ആണോ എന്ന് ഡൗട്ട് ഉണ്ടോ. സംടൈംസ് നമ്മൾ എടുക്കുന്ന ടൈമിൽ കറക്റ്റ് PNG ആവുന്നുണ്ട്, പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് വരണം. ഇത് വേണേൽ ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കണം. വേൾഡ് ആനിമൽ പാർക്ക് ഇത് ഒരുപാട് ഇമേജസ് ഇതിൽ കാണാറുണ്ട് അല്ലേ. അതെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഈ സൂ എന്ന് പറഞ്ഞ ഈ ഇമേജ് ആയാലോ. ഓക്കെ, ഈ ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, നമ്മളെ ലോഗോ ആയിട്ട് നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേവ്. ഓക്കെ, എന്നാൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കാണിച്ചു കൊടുക്കാം. സേവ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഓൾറെഡി നമ്മൾ കോപ്പി ഇമേജ് അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ സേവ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടിയിരുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വിർച്വൽ സൂവിൻ്റെ ഉള്ളിൽ ഇമേജസ് പറഞ്ഞ ഫോൾഡറിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ നെയിം ഇത് ഡിഫോൾട്ടായിട്ട് ഇവർ തരുന്ന നെയിമാണ്. ഇത് ഈ ഒരു നെയിം എന്ന് പറയുന്നത് ഒരുപാട് ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നെയിം നമുക്ക് അതെ അതെ, ഞാൻ ജസ്റ്റ് ലോഗോ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യണം, സേവ് ചെയ്യാണ്. ഇപ്പം നമ്മളെ ഫയലിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ടാവണം. ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഇമേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇമേജിനെ ഞാനിവിടെ വന്നിട്ട് ഇനി കോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡിവിൻ്റെ ഉള്ളിലുള്ളത് ഈ ലോഗോ ഒഴിവാക്കി നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ IMG എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുക, SRC എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിവ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ IMG എന്ന് പറഞ്ഞ ടാഗും SRC എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ഈ ഇമേജസിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്തുള്ളത്, ലോഗോ ഉള്ളത്. അവിടുന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ലോഗോനെ എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം, കറക്റ്റ് ഇവിടുന്ന് പാത്ത് നമ്മൾ കോൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ VS കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഒരു യൂസ് കേസ് എന്താ വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ./ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ളിലുള്ള എല്ലാ ഫയലുകളും നമുക്ക് കാണിക്കും. നമ്മളെ ഫോൾഡറിനുള്ളിൽ വരുന്ന എല്ലാ ഫയലുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പാത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പാത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി എന്താണ് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ, ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ആ ഇമേജിൻ്റെ പാത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഇമേജസിൻ്റെ ഉള്ളിൽ ഏതാ logo.jpg എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ഇതില്ലാതെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി images/logo.jpg. പാത്ത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ വരും. സേവ് ചെയ്യുക, റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായിട്ടുണ്ട്, ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഇമേജിന്റെ ഇത് വലുപ്പം കൂടുതലായതുകൊണ്ടാണ് അത് അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ ഇനി മോഡിഫിക്കേഷൻ വരുവാന്ന് വെച്ചാൽ അതിന് ചുറ്റും പുറകിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഡോട്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത ഇമേജിന്റെ തകരാറാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഈ പറയുന്ന നമുക്കിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്, അല്ലെങ്കിൽ അതിനിപ്പോൾ കളർ മാറും. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള
ഒരു ഇമേജ് ആണ് വേണ്ടത്. അത് നമ്മൾ ഇതിപ്പം JPEG എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ളതാണ്. PNG ആണെങ്കിൽ മേ ബി നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് മാറി കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാലോ? ഓക്കെ. ഇനി ഇതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വെച്ചിട്ട്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യണം? തൽക്കാലം ഇമേജ് PNG ഉള്ളതോ അല്ലെങ്കിൽ ഏതാണോ എളുപ്പം അത് നോക്കാം. ഓക്കെ. PNG ഇമേജ് ആണ് ടൈപ്പ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ലഭിക്കുമ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല അല്ലേ? അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അല്ല, വൈറ്റ് ഇട്ടിട്ട് മാറില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലോഗോ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൂൾ വെച്ച് നമുക്ക് മോഡിഫിക്കേഷൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈറ്റ് താഴോട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു സൈറ്റിനുള്ളിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് സൈറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇമേജിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിലെവിടെയാണോ നിങ്ങളെ ഇമേജ് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത്, വെർച്വൽ സോണിനുള്ളിൽ ഇമേജസിൻ്റെ ഉള്ളിൽ ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ. അപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മൾ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. ഡൗൺലോഡ് ചെയ്ത സ്വാഭാവികമായിട്ട് നമ്മൾ ഡൗൺലോഡ് ഫയലിൻ്റെ ഉള്ളിലുണ്ടാവും. അതിനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇമേജസിൽ വന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ ഇമേജ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഇതിന് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടുന്ന് എടുത്ത ഇമേജിനെ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഇപ്പം നമുക്ക് എന്തായി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെയിം ഡിഫോൾട്ട് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ അത് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ലോഗോ. ഇനി എന്ത് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം കറക്റ്റ് പാത്ത് ആണോ കൊടുത്തിരിക്കുന്നത് നോക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്ത് നോക്കുക, റീഫ്രഷ് ചെയ്യാം. അപ്പോൾ പാത്തിൽ എന്തോ ഒരു കറക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു രീതിയിൽ ഐക്കൺ കാണുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇവിടെ വന്നിട്ട് പാത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതെന്തായിട്ട് JPG ആയിരുന്നു, റിമൂവ് ചെയ്തപ്പോൾ അത് PNG-യിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ logo.png എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഗോ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് പറ്റുന്ന തരത്തിലുള്ള ഒരു ഷേഡോ എഫക്റ്റോട് കൂട്ടിയുള്ള ഇമേജ്. പക്ഷേ ഇത് വളരെ ഹൈറ്റ് കൂടുതലാണ് അല്ലേ ആ മെനുവിന്? അപ്പോൾ നമുക്ക് ആ ഹൈറ്റ് ഒന്ന് ലേശം കുറച്ച് കൊടുക്കാം. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ യൂസ് ചെയ്ത പോലെ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഇമേജിന് ഒരു ഹൈറ്റ് ഒരു 20px ഒക്കെയാണ് നമുക്ക് മതി. ഷോർട്ടായില്ലേ, 30. ഇൻക്രീസ് ചെയ്യണോ? ഓക്കെ ഫൈൻ. ഓക്കെ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടത് ഇതെല്ലാം കൂടി ഒരു ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് എന്ത് വേണം, സൂം എന്ന് പറയുന്ന ആ ലോഗോ ലെഫ്റ്റ് സൈഡിലും മെനുവിനെ റൈറ്റ് സൈഡിലേക്ക് ആക്കാൻ പറ്റുമോ? ഓക്കെ, അത് നമുക്ക് ആക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ നാവ് ബാറിൽ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ഫ്ലെക്സ് വിളിച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ ഫ്ലെക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊന്നായിരുന്നു നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അലൈൻ ഐറ്റം. അതേപോലെ തന്നെ വരുന്ന വേറൊരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓ, അതായത് ആ ഡിസ്പ്ലേ ഫ്ലെക്സിന്റെ അകത്തുള്ള അഡീഷണൽ ആയിട്ടൊരു വേറൊരു പ്രോപ്പർട്ടിയാണ് ജസ്റ്റിഫൈ. അതിന്റെ അകത്തുള്ള കണ്ടന്റുകൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ളത്. അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സെന്റർ ഉണ്ട്. നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെന്ററിലേക്ക് അലൈൻമെന്റ് കറക്റ്റ് ആയി കിട്ടണം. ഞാൻ മെനു ലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയല്ല, നമ്മൾ എവിടെയാണ്, നാവ് ബാറിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ കൊടുത്തപ്പോൾ എന്തായി, എല്ലാം കൂടെ സെൻറ്ററിലേക്ക് വന്നു. നേരത്തെ അത് ലെഫ്റ്റ് അലൈൻ ആയിരുന്നു, ഇപ്പോൾ അത് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യം എന്തായിരുന്നു, സൂ എന്നത് ലെഫ്റ്റ് സൈഡിലും മെനു റൈറ്റ് സൈഡിലും വരണം. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുക, ജസ്റ്റിഫൈ കണ്ടന്റ് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സ്പേസ് ഹൈഫൺ ബിറ്റ്വീൻ ഇവിടെ വരുന്നു. നമ്മളത് എന്ത് ചെയ്തു, റീഫ്രഷ് ചെയ്തു. നമുക്ക് എന്ത് ഞാൻ ഉദ്ദേശിച്ച മാതിരി വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെ കോണ്ടാക്ട് എന്ന് പറഞ്ഞ ആ സെക്ഷൻ വളരെ ബോർഡറിന് അടുത്തായിട്ട് തോന്നുന്നു അല്ലേ? അപ്പൊ അവിടെ നിന്ന് ശകലം ഒന്ന് ഇങ്ങോട്ടേക്ക് വരണം. കോണ്ടാക്ട് മാത്രമാണ് നമുക്ക് ഗ്യാപ്പ് വേണ്ടതെങ്കിൽ നമുക്ക് വേറെ മാർജിൻ യൂസ് ചെയ്യാം. അതല്ല, ഇനി രണ്ടും കൂടെ വരണം എന്നുണ്ടെങ്കിൽ സ്പേസ് ബിറ്റ്വീന് പകരം സ്പേസ് ഇവൻലി എന്ന് പറഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് കുഴപ്പമില്ല, എനിക്ക് ഇത് മതി. പക്ഷെ ഇതിന്റെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റണം.
ആ മെനു കിടക്കുന്നത് വെറും പ്യൂർ വൈറ്റിലായതുകൊണ്ട് അപ്പോൾ ഇത് ഇമേജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെനു, അതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ആണോ മാറ്റേണ്ടത് അതോ മെനൂസിന്റെ? അല്ലല്ല, ആ മെനു കിടക്കുന്ന ഏരിയയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ മാറണം. അതിന് വേണ്ടിയിട്ട് ഏതാണോ നമ്മൾ കളർ ചൂസ് ചെയ്യുന്ന ആ കളർ നമുക്ക് അവിടെ കൊടുക്കാം. ഏത് കളറാവും നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരാം? നമുക്കൊന്ന് പച്ച ട്രൈ ചെയ്തല്ലോ. ഓക്കെ, ഗ്രീനിന്റെ വേരിയേഷൻസ് കൊടുക്കാം. അങ്ങനെയാണ്, ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ളത്. നോക്കാം കേട്ടോ, നമ്മൾ ഏതാണോ ട്രൈ ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് മെയിൻ ഡിവാണ് എന്ത് വരുന്നത്, ഈ കാണുന്ന ഈ ഒരു ഡിവ് വരുന്നത്. നാബാർ എന്ന് പറഞ്ഞ ഡിവാണ് നമ്മളെ മെയിൻ ഡിവ് വരുന്നത്. ഇതിനുള്ളിലാണ് നമ്മളെ ലോഗോയും UL ടാഗുകളും എല്ലാ ഈ ലിസ്റ്റുകളും ഉള്ളത്. അപ്പം നാബാറിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് വേണ്ട കളേഴ്സ് സെറ്റ് ചെയ്യാം. ഗ്രീൻ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം, ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സേവ് ചെയ്യുക, റൺ ചെയ്യുക. എന്തായിരുന്നു ഗ്രീൻ ഷെയ്ഡ് വലിയ തെറ്റില്ല, പക്ഷെ അതിൽ ആ എഴുത്ത് ബ്ലാക്ക് അല്ലേ, അപ്പൊ അത് എഴുത്ത് മാത്രം വൈറ്റ് ആക്കാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ എന്ന് പറഞ്ഞത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളറ് ബാക്ക്ഗ്രൗണ്ടിലെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും, നമ്മൾ അതിനുള്ളിൽ വരുന്ന ടെക്സ്റ്റുകളെ കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കളർ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഏതാണോ കളർ വേണ്ട അത് കൊടുക്കാം. വൈറ്റ് കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഗ്രീനിൽ ബ്ലാക്ക് ആകുമ്പോൾ നമുക്കത് റീഡബിലിറ്റി കുറവാണ്. അപ്പോൾ വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എന്തായിട്ടും ഇപ്പം വലിയ തെറ്റില്ല, നല്ല ഭംഗിയിൽ തന്നെ മെനു അറേഞ്ച് ചെയ്യാൻ പറ്റി. പക്ഷെ സൈഡിൽ കണ്ടോ ചെറിയൊരു വൈറ്റ് സ്പേസ് കാണുന്നു. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ HTML നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ബോഡി എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്ന ഈ ബോഡി ടാഗിന് ഡിഫോൾട്ട് ആയിട്ട് അത് എന്ത് ചെയ്യും, മാർജിൻ എടുക്കും. നമ്മൾ പറഞ്ഞില്ല വൈറ്റ് സ്പേസ്, നമ്മൾ മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്യാപ്പ് വരാനാണെന്ന്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, മാർജിൻ അവിടെ എടുക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് മാർജിൻ നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്താൽ മതി. ജസ്റ്റ് 0px സെറ്റ് ചെയ്താൽ മതി. ഏതിനുള്ളിലാ, ബോഡി ടാഗിനുള്ളിൽ. ഓക്കെ, അപ്പം ഞാൻ ഈ ബോഡി ടാഗിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് എടുത്തിട്ട് അതിനെ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഈ ബോഡി എന്ന് പറയുന്നത് എന്തായാലും നമ്മളെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഒരൊറ്റ തവണ നമ്മൾ കോൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പറഞ്ഞ ടാഗ് സെലക്ടർ യൂസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ക്ലാസ് സെലക്ടർ ആയിരുന്നു, ഒന്നിലധികം ഡിവും LI ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ക്ലാസ്സിനെ വിളിച്ചിട്ട് നമ്മൾ ഓരോന്നിനും ഓരോ നെയിം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോൾ ചെയ്തെടുത്തു. പക്ഷെ ബോഡി എന്ന് പറയുന്നത് നമ്മളൊരു ഫയലിൻ്റെ ഉള്ളിൽ ഒറ്റ തവണ നമ്മൾ കോൾ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്കതിന് എന്ത് ചെയ്തെടുക്കാം, ടാഗിനെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് കോൾ ചെയ്ത് കൊടുക്കാം. ക്ലാസ് ആണെങ്കിൽ മാത്രം ഡോട്ട് ഇട്ടാൽ മതി. ഇത് ക്ലാസ് അല്ല, ഞാൻ ഈ ടാഗിന്റെ നെയിമിനെയാണ് ഇവിടേക്ക് കോൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എലമെന്റ് സെലക്ടർ. എന്നിട്ട് നമുക്ക് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം, മാർജിൻ 0px കൊടുത്തു. നിന്ന് നമുക്ക് സേവ് ചെയ്തതിനു ശേഷം റൺ ചെയ്യാം. അതിന്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പുകളൊക്കെ ഒഴിവായി അല്ലേ. അപ്പൊ എനിക്ക് ഇതിന്റെ ഹൈറ്റ് നോക്കൂ, ഒരു സ്ക്രീനിന്റെ സൈസിൽ മതി. പക്ഷെ ഇവിടെ ആ ഇമേജിന് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലായിട്ട് എനിക്ക് ആ മെനു ആ ഇമേജും കൂടി മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി, ഒരു സ്ക്രീൻ ഫുൾ സൈസ്, സ്ക്രോളിംഗ് വേണ്ട, സൈസിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഈ ഒരു സ്ക്രീനിൻ്റെ സൈസിനെയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല 100% വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സൈഡ് മുതൽ ലെഫ്റ്റ് സൈഡ് വരെയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തിപ്പം കിട്ടണം, ഈ ഒരു ടോപ്പ് മുതൽ ഇവിടെ നമ്മൾ കാണുന്നത് നമുക്ക് വിസിബിൾ ആവുന്ന ഈ ഒരു ബോട്ടം വരെയാണ് നമുക്ക് എന്ത് വേണ്ടതെന്ന് പറഞ്ഞു, അതിൻ്റെ ഹൈറ്റ് വേണ്ടതെന്ന് പറഞ്ഞു. അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ്സ് ഉണ്ട്. ഏതെന്ന് പറയുന്നത് VH എന്ന് പറയുന്നത്. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അപ്പോൾ 100 VH എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മൾ ഈ കാണുന്ന ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള ഒരു ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു മെയിൻ ഡിവിന് നമുക്ക് എന്ത് ഹൈറ്റ് കൊടുക്കാം, 100 VH എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ മെയിൻ ഡിവ് അല്ല ബാനർ അതിനൊരു ക്ലാസ് ഇട്ടിട്ട് അവിടെ കോൾ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാണ്, ജസ്റ്റ് നമ്മളെ ഹെഡർ അല്ലേ, ഹെഡറിന് കോൾ ചെയ്തു. ഈ ക്ലാസ്സിന് കോൾ എടുത്തതിന് ശേഷം ഹെഡറിനെ വിളിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഹൈറ്റ് 100 VH എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്ത് ഇവിടെ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്തു. പക്ഷെ ഇവിടെ എന്തായിട്ടില്ല, ഇപ്പോഴും ആ ഇമേജ് എന്തായിട്ടില്ല, സ്ക്രോളിങ് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ, 100 VH. അപ്പോൾ അതെന്ത് ശരിക്കും അത് അവിടെ എന്ത് നടക്കുന്നുണ്ട്, 100 VH അവിടെ വർക്ക് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു 100 VHൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇമേജ് വേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, അതിനനുസരിച്ചിട്ട് ആ ഇമേജിനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇമേജിന് ആ പറഞ്ഞതിലും സൈസ് കൂടുതലാണ്. കൂടുതലാണ്. അപ്പോൾ ഇമേജിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം.
അങ്ങനെ ഇമേജ് സാർ പറഞ്ഞ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് എങ്ങനെയായിരുന്നു പറഞ്ഞത്, നമുക്ക് ഈ ടോപ്പ് ടു ബോട്ടം വരെയാണ് വേണ്ടത്. മെനുവും ഇമേജും കൂടിയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത് 100% വേണ്ടത് അല്ലേ? ആ, അപ്പം ഇമേജിന് അത്രയും വലിപ്പം വേണ്ടി വരില്ലല്ലോ. വേണ്ട. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു പ്രോപ്പർട്ടി ഉണ്ട് 100 VH എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. നമ്മൾ 100% എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് വരെ ഈ കാണുന്ന സൈസ് ആണ് നമ്മൾ 100% എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ കാണുന്ന ഇവിടെ മുതൽ ടോപ്പ് ടു ബോട്ടം വരെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക 100 VH എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മതി, ഇവിടെ മുതൽ ഇവിടെ വരെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്ത് കൊടുക്കാം, 100 VH അല്ല ഒരു 90 VH വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, VH എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സേവ് ചെയ്ത് റൺ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ എന്തായി ഇവിടുന്ന് വരുന്ന സ്ക്രോളിംഗ് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്കത് ഏറ്റവും വൃത്തിയിൽ ഒരു സ്ക്രീൻ ഫുൾ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മളെ ഹോം പേജ് സെറ്റ് ചെയ്യാൻ പറ്റി. ഇത് നമ്മുടെ ഫിൻഷിയുടെ ലാപ്ടോപ്പിന്റെ ഹൈറ്റിലാണല്ലോ ഉള്ളത്. ഇതിപ്പോൾ ഞാനൊരു സ്മാർട്ട് ടിവിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇന്റർനെറ്റ് സ്മാർട്ട് ടി വി യൂസ് ചെയ്തിട്ട് കാണുമെങ്കിൽ അത് ഈ വലുപ്പത്തിലാണോ ഉണ്ടാവുക, അത് സ്മാർട്ട് ടിവിയുടെ ഹൈറ്റിലായിട്ട് വരും? സ്മാർട്ട് ടിവിയുടെ എന്തെടുക്കും 90 VH എടുക്കും. സൈസ് എത്ര ഹൈറ്റും എടുത്തു വന്നാലും ഇപ്പോൾ മൊബൈലിൽ നോക്കുകയാണെങ്കിൽ മൊബൈലിന്റെ 100 VH എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മൾ എന്ത് പറയുന്നത് 100 VH എന്ന് പറയുന്നത്. അപ്പോൾ 90 VH ആകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കട്ട് ചെയ്തിട്ട് കിട്ടും. ഓക്കെ ഓക്കെ ഫൈൻ. സോ അതായത് ഓരോ ഡിവൈസിന്റെയും ഹൈറ്റ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ VH എന്ന് പറയുന്ന മെഷർമെന്റ് എടുക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും വൃത്തിയിലും ഭംഗിയിലും നമ്മുടെ ഹോം പേജ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അബൌട്ട് സെക്ഷൻ ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പം അടുത്ത സെക്ഷൻ നമുക്ക് അബൌട്ട് സെക്ഷൻ, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത സെക്ഷൻ നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.